ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹോർമോണൽ കൺട്രോൾ. സോ എന്തൊക്കെ ഹോർമോണൽ കൺട്രോളിലാണ് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്, ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ്? സോ ഹൈപ്പോതലാമിക് ഹോർമോൺ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോതലാമിക് ഹോർമോൺ ഹൈപ്പോതലാമസിൽ GnRHനെ കൊണ്ട്. സോ ഹൈപ്പോതലാമസ് പ്യൂബേർട്ടി ആകുമ്പോൾ GnRH ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ കൊണ്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും രണ്ട് ഹോർമോൺസ്, LHഉം FSHഉം. സോ ഹൈപ്പോതലാമസിൽ നിന്ന് സിഗ്നൽ വരുന്നതനുസരിച്ച് ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ GnRH ആക്ടിവേറ്റ് ചെയ്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് LH ആൻഡ് FSH പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്യൂബേർട്ടി ആകുമ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അത് രണ്ടും നമ്മുടെ ഓവറിയിൽ ആക്ട് ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ പോലത്തെ സ്റ്റിറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പ്രൊജസ്ട്രോണിൻ്റെ എഫക്റ്റ് നമ്മൾ പറയുന്നത് യൂട്രസിലാണ്. പ്രഗ്നൻസിനെ സഹായിക്കാനായിട്ട് പ്രൊജസ്ട്രോൺ യൂട്രസിലാണ് വരുന്നത്. സോ ഇതാണ് ഹൈപ്പോതലാമസ് പ്യൂബേർട്ടി ആകുമ്പോൾ GnRH റിലീസ് ചെയ്ത് അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് LH ആൻഡ് FSH പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഓവറിയിൽ ആക്ട് ചെയ്ത് അതിനനുസരിച്ച് LHഉം FSHനുസരിച്ച് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ടാവുന്നു. ആ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും നമ്മുടെ യൂട്രസിൽ ആക്ട് ചെയ്യണം. സോ ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞു. ഇനി ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ, ഇൻക്രീസ്ഡ് എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. സോ എമൗണ്ട് ഓഫ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടിക്കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് GnRHനെ റിലീസ് ചെയ്യുന്നത്. സോ GnRHനെ ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ കൊണ്ട് അത് നിർത്തിക്കും. LH FSH പ്രൊഡക്ഷൻ നിർത്തിക്കും. സോ തിരിച്ചു പോയി നെഗറ്റീവ് ഹൈപ്പോതലാമസിലുള്ള GnRHൻ്റെ റിലീസ് ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇനി നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ പറഞ്ഞു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസ് GnRH റിലീസ് ചെയ്യുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് അത് ആക്ട് ചെയ്യണത്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് LHഉം FSHഉം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യണത് ലൂട്ടിനൈസിങ് ഹോർമോണാണ്. ലൂട്ടിനൈസിങ് ഹോർമോൺ അഥവാ LH. അത് സ്റ്റിമുലേറ്റ് ചെയ്യണത് നമ്മുടെ ഓവുലേഷൻ, സെക്കൻഡറി oocyte വരുന്നത് ഗ്രാഫിൻ ഫോളിക്കിൽ നിന്ന് റപ്ചർ ആയിട്ട്. നമ്മൾ പറഞ്ഞ LH കൂടിക്കഴിഞ്ഞാൽ LH സർജിലാണ് സെക്കൻഡ് മിഡ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളിൽ LHൻ്റെ എമൗണ്ട് പീക്ക് ലെവലിലെത്തും. 14th ഡേയിൽ പീക്ക് ലെവലിലെത്തിയിട്ട് LH സർജ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാഫിൻ ഫോളിക്കിൽ റപ്ചർ ചെയ്യും, ഓവം പുറത്തേക്ക് വരും. അതാണ് അങ്ങനെയാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LH ലൂട്ടിനൈസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫോളിക്കിൾസിൻ്റെ നമ്മുടെ പ്രൈമറി oocyte ചുറ്റും നമ്മൾ പറഞ്ഞ ഗ്രാനുലോസ സെൽസുകൾ ഉണ്ടാവുന്നു. അതനുസരിച്ച് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഫോളിക്കിളായിട്ട് പറഞ്ഞു. സോ ആ ഗ്രാനുലാർ സെൽസ് ഓഫ് ദ ഫോളിക്കിൾസ്, ആ ഫോളിക്കിൾസിൻ്റെ ആ ഗ്രാനുലാർ സെൽസ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. സോ ഫോളിക്കിൾ സെൽസാണ് ഓവറി, നമ്മൾ ഒവേറിയൻ ഹോർമോൺ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റിറോയിഡ് ഹോർമോൺ. സോ ഈ ഫോളിക്കിൾ സെൽസ് സിന്തസൈസ് ചെയ്യുന്നത് ഈസ്ട്രോജനാണ്. ഈസ്ട്രോജൻ ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, ഫോളിക്കിൾസ് ആണ് സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്നത് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. അത് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. സോ GnRH ആണ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോണിനെ കൊണ്ട് എന്ത് സിന്തസൈസ് ചെയ്യുന്നത്? ഈസ്ട്രോജൻ സിന്തസൈസ് ചെയ്യുന്നത്. എവിടെ നിന്ന്? ഗ്രാനുലാർ സെൽസ് ഓഫ് ദ ഫോളിക്കിൾ. സോ ഗ്രാനുലോസ സെൽസ് ഓഫ് ദ ഫോളിക്കിൾ ഈസ്ട്രോജനെ അഥവാ സ്റ്റിറോയിഡ് ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നു. ബൈ ആര് കാരണം? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. അത് ആരുടെ കൺട്രോളാണ്? GnRH ആണ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോർപ്പസ് ലൂട്ടിയം നമ്മൾ പറഞ്ഞു CPL. സോ കോർപ്പസ് ലൂട്ടിയം ഗ്രാഫിൻ ഫോളിക്കിൾ, മെച്ചുവേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് സെക്കൻഡറി oocyte വന്നു കഴിഞ്ഞാൽ ആ കോർപ്പസ് ലൂട്ടിയം, ആ ഗ്രാഫിൻ ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു? കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. സോ ആ കോർപ്പസ് ലൂട്ടിയം എന്ത് സിന്തസൈസ് ചെയ്യുന്നു? മെയിനായിട്ട് നമ്മൾ പറഞ്ഞു പ്രഗ്നൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജനും റിഡ്യൂസ് ചെയ്യുന്നു. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊജസ്ട്രോണും എന്താണ്? ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. സോ പ്രഗ്നൻസി അല്ലെങ്കിൽ ഫർദർ ഡെവലപ്മെൻറ്റ്, ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് ഇംപ്ലാന്റേഷന് സഹായിക്കാനൊക്കെ ഉള്ള ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. സോ ആ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നത് എവിടെ നിന്ന്? കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് CPL. ആ കോർപ്പസ് ലൂട്ടിയം എപ്പോഴായിരുന്നു? ഗ്രാഫിൻ ഫോളിക്കിൾ, മെച്ചുവേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഓവം പുറത്തു പോയപ്പോൾ ആ കോർപ്പസ് ഗ്രാഫിൻ ഫോളിക്കിളാണ് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നത്. ആ കോർപ്പസ് ലൂട്ടിയമാണ് വേറെ ഹോർമോൺ നമ്മുടെ ഈസ്ട്രോജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈസ്ട്രോജൻ്റെ ഫംഗ്ഷൻ, ഫീമെയിൽ ഹോർമോൺസുകളാണ് നമ്മൾ പറഞ്ഞ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. സോ ഈസ്ട്രോജൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്? ഈസ്ട്രോജൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ സെക്സ് ഓർഗൻ.
സോ ഫീമെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഈസ്ട്രജൻ ആവശ്യമാണ്. അതുപോലെ ഫീമെയിലിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഈസ്ട്രജൻ ഇമ്പോർട്ടൻ്റ്. സോ ഈ ഹോർമോണിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് ആ ക്യാരക്ടേഴ്സിൽ നമുക്ക് വേരിയേഷൻസും കാണുന്നത്. ഫീമെയിൽ ആണെങ്കിലും മെയിലാണെങ്കിലും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് കൂടുതലും കുറവുമായിട്ട് നമുക്ക് കാണപ്പെടുന്നു. ഇതാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം.